ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞോണോ വൈകുന്നേരം. അപ്പൊ സീപ്പാറേ വൈകുന്നേരത്തെ പരിപാടി എങ്ങനെയാ? അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ പോണ്ടേ? സെറ്റ്. പിന്നെ മറ്റേ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന്റെ സൈഡിൽ ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വൈകിട്ടായിരിക്കും. പിന്നെ കൊള്ളാലോ, അതെന്നെ പിടിക്കാം. സെറ്റ്. പിന്നെ അല്ല എന്താണ് രണ്ടുപേരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ? ഞങ്ങൾക്ക് വൈകിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എവിടെ? അതൊക്കെ ഉണ്ട്. പരിപാടി ഉണ്ട്, അൺലിമിറ്റഡ് ഡ്രിങ്ക്സും. പിന്നെ ഇവിടെ പുതിയതായിട്ട് ലൈറ്റ് വെച്ചില്ല സ്റ്റേഡിയത്തിന്റെ സൈഡിൽ, അവിടെ തന്നെ പോവാന്നാണ് പ്ലാൻ. അതായത് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് നിങ്ങൾ കറങ്ങാൻ പോകാനാണോ പ്ലാൻ ചെയ്തേക്കുന്നത്? വൈബായിട്ട്. എന്റെ പൊന്നു മക്കളെ, ഇനി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് നഗരം കാണാൻ ഇറങ്ങാന്നുള്ള പരിപാടിയും പദ്ധതിയും ഒക്കെ നിങ്ങൾ അങ്ങ് വിട്ടേരെ, നല്ല പണി കിട്ടും. എന്താണ് അങ്ങനെ ഒരു ഡെല്ലിങ്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി വെള്ളമടിച്ചിട്ട് വണ്ടിയിൽ സിറ്റി ഇറങ്ങാമെന്ന വ്യാമോഹം വേണ്ട. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ച് കറങ്ങി നടക്കുന്നവരെ കണ്ടെത്താൻ ഇനി വെറും 5 മിനിറ്റ് മതി. ഒരൽപ്പം ഉമിനീർ മാത്രം ഉപയോഗിച്ച് ലഹരി സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ഓറൽ ഫ്ലൂയിഡ് മൊബൈൽ ടെസ്റ്റ് സിസ്റ്റമാണ് ഇനി മുതൽ അങ്ങോട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിശോധനകൾ കൂടി കൊണ്ടുവരുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസിന് ഇതിനോടകം തന്നെ ഇതിനാവശ്യമായ മെഷീനുകൾ ലഭ്യമാക്കി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 1100 ടെസ്റ്റുകൾക്കുള്ള സൗകര്യമാണുള്ളത്. ഈ സിസ്റ്റം ഉപയോഗിച്ച് MDMA അടക്കമുള്ള 6 ഇനം ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും അത് നിർണ്ണയിക്കാനും കഴിയും. 48 മണിക്കൂർ മുൻപ് വരെയുള്ള ലഹരി ഉപയോഗം കണ്ടെത്താൻ ഈ ഒരു പരിശോധന കൊണ്ട് കഴിയും. പൊതു ഇടങ്ങളിൽ സംശയം തോന്നുന്നവരെ എല്ലാം പരിശോധിക്കാൻ ഈ സിസ്റ്റം നിലവിൽ വരുന്നതിലൂടെ പോലീസിന് സാധിക്കും. സാമ്പിൾ ശേഖരിക്കാനും പരിശോധനയുടെ ഫലം ലഭിക്കാനും ഒക്കെയായി ആകെ 5 മിനിറ്റാണ് വേണ്ടിവരിക. കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവിന് പോലും ഇതിൽ നിന്നെടുക്കുന്ന ഒരു പ്രിന്റ് മാത്രം മതി. അപ്പോ ഇനി വെള്ളമടിച്ചിട്ട് സിറ്റി ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ.